ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് സാധാരണ ഉണ്ടാക്കുന്ന ഉപ്പേരിയേക്കാളും തോരനേക്കാളും എല്ലാം ഡിഫറെൻ്റ് ആയിട്ട് നേന്ത്രക്കായ വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കായ പെരളും റെഡിയാക്കാം. ഇത് നമുക്ക് പച്ചക്കായ വെച്ചിട്ടും റെഡിയാക്കി എടുക്കാം. പക്ഷേ നേന്ത്രക്കായ വെച്ച് ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ലഭിക്കുന്നത്. ഇതിനായിട്ട് ഞാൻ 2 നേന്ത്രക്കായ എടുത്തിട്ട് തൊലി കളഞ്ഞ ശേഷം ഒന്ന് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അധികം ചെറുതായി പോകരുത്, കുറച്ച് വലുതായിട്ട് സ്ക്വയർ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. നേന്ത്രക്കായ എടുക്കുമ്പോൾ നമുക്ക് തൊലിയോട് കൂടി വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഒന്ന് തൊലി കളഞ്ഞ ശേഷമാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ആദ്യം ഒന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. കായ ഞാനിപ്പോൾ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുക്കറിലല്ലാതെയും ഇത് വേവിച്ചെടുക്കാം. കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും. അതാണ് കുക്കറിലിട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലോട്ട് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് വേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായി തന്നെ 2 വിസിൽ വരുത്തി ഒന്ന് വേവിച്ചെടുക്കാം. കായ വേവുന്ന നേരം കൊണ്ട് ഇതിലോട്ടുള്ള തേങ്ങയൊന്ന് ചതച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് 3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകെല്ലാം നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ച് എടുക്കാവുന്നതാണ്. 3 ചുവന്നുള്ളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ നല്ല ജീരകം, ചെറിയ ജീരകമാണ്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ അധികം അരഞ്ഞു പോകാതെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കായ വെന്തതിന് ശേഷം അതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. കായ വെന്തതിന് ശേഷം ഇപ്പോൾ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ചതച്ച് വെച്ച തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാം കൂടെ നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയം അല്പം ഉപ്പ് കൂടെ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു 2 മിനിറ്റ്സ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ അരപ്പെല്ലാം നന്നായി കായയിലും പിടിച്ചു വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് താളിച്ചെടുക്കണം. അതിനായിട്ട് ഇപ്പോൾ ഒരു പാൻ വെച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇപ്പോൾ പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 5 ചുവന്നുള്ളി ചെറുതാക്കി ഒന്ന് ചോപ്പ് ചെയ്ത് വെച്ചതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചുവന്നുള്ളി എല്ലാം ബ്രൗൺ ഷെയ്ഡായി വരുന്നുണ്ട്. ഈ സമയം നമുക്ക് ഇതിലോട്ട് 3 ഉണക്കമുളക് പൊട്ടിച്ച് വെച്ചതും അല്പം വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടെ അതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കായ പെരളൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് വെറുതെ കഴിക്കാനും ചോറിൻ്റെ കൂടെ കഴിക്കാനും എല്ലാം നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.